മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് an plus 2 minus 8an plus 1 plus 16an equal to 8 into 5 raised to n. ഇതൊരു സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആണ്. നമുക്കത് സോൾവ് ചെയ്ത് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? an is equal to ജനറൽ സൊല്യൂഷൻ an is equal to anh plus anp. അത് നമുക്ക് anh കണ്ടുപിടിക്കാം. ടു ഫൈൻഡ് anh കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? an plus 2 minus 8an plus 1 plus 16an equal to 0. Right answer part 0 ആക്കി വെക്കാം. Then write the characterization. Characterization എഴുതുമ്പോൾ വരും ഇവിടെ an ആണ്, ഇവിടെ an plus 2 ആണ്. അപ്പോൾ ഇവിടെ r square minus 8r plus 16 is equal to 0. എന്ന് പറഞ്ഞാൽ r minus 4 the whole square is equal to 0. r minus 4 whole square expand ചെയ്യുമ്പോൾ r square 60 plus 16 8 minus 8r. Therefore r minus 4 whole square. Therefore r is equal to 4. Here roots are real and repeating. Roots real root ആണ്, repeat ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ anh ഏതാണ് ഫോർമുല? എന്താണ്? anh is equal to c1 into 4 raised to n plus c2 into anh ആണുള്ള ഫോർമുല. If the roots are repeating, then anh is equal to c1 plus c2n 4 raised to n. ഇതാണ് നമുക്ക് കിട്ടുന്ന anh. അപ്പോൾ anh ന്റെ ആൻസർ കിട്ടി. ഹോമോജീനിയസ് സൊല്യൂഷൻ ആൻസർ anh is equal to c1 plus c2n into 4 raised to n. ഇനി അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? To find anp കണ്ടുപിടിക്കണം. anp കണ്ടുപിടിക്കാനായിട്ട് assume anp is equal to a into 5 raised to n. ഇവിടെ ആ 5 എന്നുള്ള നമ്പർ കൂടി ഇല്ല അല്ലേ? ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്. a into 5 raised to n ആണ്. അപ്പോൾ നമുക്ക് a into 5 raised to n എടുക്കാം. അതനുസരിച്ച് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ ഇത് ഇക്വേഷൻ 1 ആണെങ്കിൽ ഇക്വേഷൻ 1 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ an plus 2 ന് പകരം എന്ത് കൊടുക്കണം? an plus ഇതാണ് an plus 2 minus 8an plus 1 plus 16an equal to 8 into 5 raised to n. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിലേക്ക് an സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് an plus 2 എന്ത് വരും? a into 5 raised to n plus 2 minus 8 into an plus 1 എന്ത് വരും? 5 raised to n plus 1 plus 16 into an എന്ത് വരും? a into 5 raised to n is equal to 8 into 5 raised to n. ഇനി എന്ത് ചെയ്യണം? 5 raised to n കൊണ്ട് ത്രൂ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 5 raised to n പോകും. ബാക്കി 5 സ്ക്വയർ വരുമ്പോൾ 25 a മൈനസ് ഇവിടുന്ന് 5 raised to n പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 5 ഉണ്ട്. അപ്പോൾ 40 ഇവിടെ 8a into 5 raised to n ആണ്. 8a into 5 raised to n plus 1 a into 5 raised to n അപ്പോൾ 40a എന്ന് വരും. പ്ലസ് അടുത്ത കേസിൽ 16a that is equal to a2. അപ്പോൾ 25 16 41 a 40 കുറച്ചാൽ a is equal to നമുക്ക് എന്ത് കിട്ടും? a is equal to 8. Therefore നമ്മുടെ സൊല്യൂഷൻ an is equal to c1 plus c2n into 4 raised to n plus anp എന്താണ്? 8 into 5 raised to n. This is the required solution. Required solution നമുക്ക് കിട്ടി. Required solution എന്താണ്? c1 plus c2n into 4 raised to n plus 8 into 5 raised to n. ഇവിടെ ഒരു സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ആദ്യം തന്നെ ജനറൽ സൊല്യൂഷൻ കാണാനായിട്ട് ജനറൽ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു anh പ്ലസ് anp. ആദ്യം anh കണ്ടുപിടിക്കണം. anh കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് 0 ആക്കി വെച്ചു. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പാർട്ട് എന്താണ്? an plus 2 minus 8an plus 1 plus 16an equals 0. Then write the characterization. Characterization എന്ത് വരും? നമുക്ക് an plus 2 ന്റെ സ്ഥാനത്ത് r square, ഇവിടെ 8r plus 16. അപ്പോൾ നമുക്ക് r minus 4 the whole square is equal to 0. അപ്പോൾ r ന്റെ വാല്യൂ 4. റൂട്ട്സ് ആർ റിപ്പീറ്റിംഗ്. റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്താണ്? an is equal to c1 plus c2n into 4 raised to n. c1 plus c2n into 4 raised to n.
ഇനി എ എൻ പി കണ്ടുപിടിക്കണം. എ എൻ പി കണ്ടുപിടിക്കാനായിട്ട് അസ്യൂം എ എൻ പി ഈക്വൽ ടു എ ഇൻറ്റു 5 റേസ് ചെയ്യാം. ഈ 5 എന്നുള്ള നമ്പർ ഹോമോജീനിയസ് സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എ ഇൻറ്റു 5 റേസ് ചെയ്യാൻ തന്നെ ചൂസ് ചെയ്യാം. ആ എ ഇൻറ്റു 5 റേസ് ചെയ്യാൻ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എ എൻ പ്ലസ് 2 എന്ന് പറയുന്നത് കൊടുക്കാം എ ഇൻറ്റു 5 റേസ് ടു എൻ പ്ലസ് 2 മൈനസ് എച്ച് ഇൻറ്റു എ എൻ പ്ലസ് 1 എന്ത് കൊടുക്കാം എ ഇൻറ്റു 5 റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് 16 എ ഇൻറ്റു 5 റേസ് ടു എൻ. റൈറ്റ് ആൻസർ എന്താണ് എ 8 ഇൻറ്റു 5 റേസ് ടു എൻ. ഇനി എന്ത് ചെയ്യുന്നു ഇവിടെ ത്രൂ ഔട്ട് എല്ലാ സ്റ്റെപ്പിനും എ 5 റേസ് ടു എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 റേസ് ടു എൻ ഇവിടെ 5 റേസ് ടു എൻ പോയി കഴിയുമ്പോൾ 5 സ്ക്വയർ ഉണ്ട്. ആ 5 സ്ക്വയർ ഇൻറ്റു എ 25 ഈ 5 റേസ് ടു എൻ പ്ലസ് 2 നമുക്ക് എങ്ങനെ എഴുതാം 5 റേസ് ടു എൻ ഇൻറ്റു 5 സ്ക്വയർ 5 റേസ് ടു എൻ ഇൻറ്റു 5 സ്ക്വയർ. ലോ ഓഫ് ഇൻഡിസസ് അനുസരിച്ച് എക്സ് റേസ് ടു എൻ പ്ലസ് എം പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ. അപ്പോൾ 5 റേസ് ടു എൻ പ്ലസ് 2 ക്യാൻ ബി റിട്ടൺ ആസ് 5 റേസ് ടു എൻ ഇൻറ്റു 5 സ്ക്വയർ. അപ്പോൾ 5 റേസ് ടു എൻ കട്ടായി പോയി കഴിയുമ്പോൾ 5 സ്ക്വയർ ഇൻറ്റു എ 25 എ. അടുത്ത കേസിൽ 5 റേസ് ടു എൻ പ്ലസ് 1 എങ്ങനെ എഴുതാം 5 റേസ് ടു എൻ ഇൻറ്റു 5. അപ്പോൾ ആ 5 റേസ് ടു എൻ കട്ടായി കഴിയുമ്പോൾ ഐ ഇട്ട് 40 എ. അടുത്ത കേസിൽ 5 റേസ് ടു എൻ കട്ടായി കഴിയുമ്പോൾ 16 എ. അപ്പോൾ നമുക്ക് 25 എ മൈനസ് 40 എ പ്ലസ് 16 എ ഇസ് ഈക്വൽ ടു 8. അപ്പോൾ എ സമത്തിൽ കിട്ടും 8. Therefore നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ or general solution is C1 plus C2n 4 raised to n plus 8 into 5 raised to n. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന സൊല്യൂഷൻ. ഇതൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ റെക്കറൻസ് റിലേഷൻ ആണ്. നോൺ ഹോമോജീനിയസ് ആണ്. നോൺ ഹോമോജീനിയസ് ആവാനുള്ള കാരണം എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് നോട്ട് ഈക്വൽ 0. റൈറ്റ് ഹാൻഡ് സൈഡ് നോട്ട് ഈക്വൽ 0 ആവുന്ന കേസിൽ ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ എ എൻ എച്ചും കണ്ടുപിടിക്കണം എ എൻ പിയും കണ്ടുപിടിക്കണം. ഓക്കെ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.